അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ക്രിസ. ഞാൻ പാലക്കാട് കത്തീഡ്രൽ ഇടവക അംഗമാണ്. എൻ്റെ ഡിഗ്രി സമയത്തുണ്ടായ 1-2 അനുഭവങ്ങൾ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ഡിഗ്രിയുടെ സെക്കൻഡ് സെമസ്റ്റർ തൊട്ടിട്ട് എപ്പോഴും പരീക്ഷാ സമയമാകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥ്യം വരും. എനിക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. മിക്കവാറും തലകറക്കം, ഛർദി, വയറുവേദന, വയറിളക്കം അങ്ങനെയായിരുന്നു. അങ്ങനെ 4th സെമ്മിൽ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് 2 ദിവസം മുൻപ് തന്നെ എനിക്ക് തലകറക്കവും ഛർദിയായി, ഭയങ്കര ഡീഹൈഡ്രേഷനായി, അവശതയായി. എനിക്കൊട്ടും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയായിരുന്നു. അങ്ങനെ പരീക്ഷയുടെ തലേ ദിവസമായപ്പോൾ വയറിളക്കം കൂടി തുടങ്ങി. എനിക്ക് പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു വൈകുന്നേരം സമയമായപ്പോൾ തോന്നി വിശുദ്ധ പാട്രിക്കിൻ്റെ മാർച്ചട്ട സംരക്ഷണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഞാൻ പാട്രിക്കിൻ്റെ മാർച്ചട്ട സംരക്ഷണ പ്രാർത്ഥന 9 പ്രാവശ്യവും വിശുദ്ധ മിക്കാൽ മാലാഖയോടുള്ള ജപം 33 പ്രാവശ്യവും എൻ്റെ തന്നെ ദേഹത്ത് കൈവച്ച് ഞാൻ സ്വയം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് സമയമാകുമ്പോഴേക്കും എനിക്ക് ഒരു 3-4 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ പറ്റി. പിറ്റേ ദിവസം ഒരു കുഴപ്പമില്ലാതെ ഞാൻ സുഖമായി പോയി പരീക്ഷ എഴുതിയിട്ട് വന്നു. അതുപോലെ തന്നെ 5th സെമസ്റ്ററിൽ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ വയ്യാതെയായി. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും ഒരുമിച്ച് തലകറക്കും ഡീഹൈഡ്രേഷനായിട്ട് വയ്യാതിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും പാട്രിക്കിൻ്റെ മാർച്ചട്ട സംരക്ഷണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് പോയി പരീക്ഷ എഴുതാൻ സാധിച്ചു. 9 പ്രാവശ്യം 9 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചു. കൂട്ടുകാരിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം പരീക്ഷ എഴുതാൻ തടസ്സമില്ലാതെ പരീക്ഷ എഴുതാൻ കൃപ നൽകി. അതുപോലെ തന്നെ അമ്മേനെയും കൊണ്ട് ഇതുപോലെ കോഴിക്കോട് ട്രീറ്റ്മെൻറ്റിന് പോയ സമയത്ത് ആദ്യത്തെ ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവിടെ ഞങ്ങളൊരു വീട് എടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ നിൽക്കുന്ന സമയത്ത് രാത്രി ഒരു 11 മണിയോടുകൂടി അമ്മയ്ക്ക് ഭയങ്കര കഴുത്തുവേദനയായി. അങ്ങനെ അതിശക്തമായ കഴുത്തുവേദന കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വെച്ച് ആംബുലൻസ് വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ആംബുലൻസ് ഒന്നും കിട്ടിയില്ല. അവിടെ ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ വേറെ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് പാട്രിക്കിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ അമ്മ ഭയങ്കര വേദനയിൽ കഠിനമായിട്ട് നിന്ന് പിടയുമ്പോൾ ഞാൻ അമ്മയുടെ തലയിൽ കൈ വെച്ചിട്ട് 13 പ്രാവശ്യം പാട്രിക്കിൻ്റെ മാർച്ചട്ട സംരക്ഷണ പ്രാർത്ഥനയും 13 പ്രാവശ്യം മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയും ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അത് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ ആ സമയത്ത് തന്നെ അമ്മയ്ക്ക് വേദന സുഖമായി. അതുപോലെ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്ന വീട്ടിലെ ബാത്റൂമിൻ്റെ വാതിൽ വളരെ ഹുങ്കാര ശബ്ദത്തോടെ തുറന്ന് പ്രകൃതി അവിടെ അങ്ങനെ ഭയങ്കര ശാന്തമായി മാറി. അന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല. ഒരു കുഴപ്പമില്ലാതെ അന്നത്തെ ദിവസം അമ്മയ്ക്ക് കിടന്നുറങ്ങാനും പിറ്റേന്നുള്ള ട്രീറ്റ്മെൻറ്റിന് പോകാനും സാധിച്ചു. ഈ അനുഗ്രഹങ്ങളൊക്കെ വിശുദ്ധ പാട്രിക്കിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ മിക്കാൽ മാലാഖയുടെയും മധ്യസ്ഥതയിൽ തന്ന ഈശോയ്ക്ക് കോടാനുകൂടി നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. നമ്മൾ എല്ലാ ദിവസവും സാധിക്കുന്നവരെല്ലാവരും 33 പ്രാവശ്യം മികാൽമാരുടെ പ്രാർത്ഥന ഇടണം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി സ്വർഗം ഏർപ്പെടുത്തിയിരിക്കുന്ന മാലാഖയാണ് മികായിൽ മാലാഖ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥന കുറയ്ക്കരുത്. സാധിക്കും 33 അതിൽ കൂടുതൽ ചൊല്ലുന്നതല്ല. രണ്ടാമത്തെ കാര്യം ഇതാണ്, എന്താണെന്ന് വെച്ചാൽ പേട്രിക്കിൻ്റെ മാർച്ചട്ട പ്രാർത്ഥന. ഇതിക്ക് മുമ്പും ക്രിസയ്ക്ക് ഈ പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പേട്രിക്കിൻ്റെ മാർച്ചട്ട പ്രാർത്ഥനയും മികാൽമാരുടെ പ്രാർത്ഥനയും ചൊല്ലി ആ കാലഘട്ടത്തിൽ ഇവിടെ നാട്ടിലായിരുന്നപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പേട്രിക്കിൻ്റെ മാർച്ചട്ട പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ പേട്രിക്കിനെ ബ്ലാക്ക് മാസ്റ്റർ കൊല്ലാതിരിക്കുമ്പോൾ തലേ ദിവസം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കിട്ടിയ പ്രാർത്ഥനയാണ്. അതിലൂടെയാണ് അയർലൻഡിനെ മാനസാന്തരപ്പെടുത്തിയത്. അയർലൻഡിൽ ഇന്നില്ലാത്ത ഇതാണ് ഇഴജന്തുക്കളെ വിലക്കാനായിട്ട് അധികാരം അതിലൂടെ കിട്ടി. ഒരു ദേശത്തിൻ്റെ മേലുള്ള ആഭിചാര പ്രവൃത്തികളെ വിലക്കാനുള്ള ഒരു ശക്തിയാണ് ഈ പേട്രിക്കിൻ്റെ മാർച്ചട്ടയിലൂടെ പേട്രിക്കിന് വെച്ചിട്ട്. മൂന്നാമത്തെ കാര്യം ഇതാണ്, വിമലഹൃദയ പ്രതിഷ്ഠ ചൊല്ലി പ്രാർത്ഥിച്ചു. വിമലഹൃദയ പ്രതിഷ്ഠ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അമ്മ വഴി പിതാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ സംരക്ഷണ പ്രാർത്ഥനയാണെങ്കിൽ അത് പാപം ചെയ്യാതിരിക്കാനും ഒപ്പം വെള്ളത്തിലൂടെയോ അഗ്നിയിലൂടെയോ റോട്ടിലൂടെയോ അപകടങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ വിമലഹൃദയ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പാപങ്ങൾക്ക് പരിഹാരമാണ്. ഹല്ലേലൂയ. ഈ 3 പ്രാർത്ഥനകളിലൂടെയാണ് ഈ 3 സൗഖ്യങ്ങളും ഈ ക്രിസയ്ക്കും ക്രിസയുടെ കൂട്ടുകാരിക്കും അമ്മയ്ക്കും കിട്ടിയത്. മൂന്നാമത്തെ കാര്യം ഇതാണ്, രോഗം വന്നിട്ട് ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല. പക്ഷെ പ്രാർത്ഥന വഴിയായിട്ട് ആ രോഗം സൗഖ്യപ്പെടാനായിട്ട് ഇടവന്നു. ഹല്ലേലൂയ.